രാവിലെ ക്യാങ് ഉറക്കമുണർന്നപ്പോൾ അരികിൽ യോൺവു ഉണ്ടായിരുന്നില്ല. അവൻ എല്ലായിടവും തപ്പുന്നു. ഒടുവിൽ ആ പൂച്ചിലെ അവിടെ കാണാതായതോടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അവൻ സങ്കടം സഹിക്കവയ്യാതെ കരയുന്നു. യോൺവു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു. ക്യാങ് ആകട്ടെ എപ്പോഴും യോൺവുവിന്റെ ചിന്തകളിലും. യോൺവു ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അവൻ അരികിലേക്ക് അനിയൻ വരുന്നു. ഒരാഴ്ച സാരിയെ കാണാതായപ്പോൾ ഇത്ര സെന്റി ആവുകയാണ് ചേട്ടാ, ഒന്ന് വിളിച്ചാൽ പോരെ, ഇറ്റലി അത്ര ദൂരെയൊന്നും അല്ലല്ലോ. അതെ, ക്യാങ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് യോൺവു ഇറ്റലിയിലേക്ക് പോയി എന്നാണ്. ഇങ്ങനെ ഫാരയുടെ കാര്യം ഓർത്തിരുന്ന കമ്പനി കാര്യമൊക്കെ അവതാളത്തിലാവുമല്ലോ. മിക്കവാറും കമ്പനി ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ? നീ പെർഫെക്റ്റായി തരുന്നാൽ കമ്പനി നിനക്ക് തന്നെ ഞാൻ തരും. അവർക്കിടയിലുള്ള അകലം തീർത്തും ഇല്ലാതായിരിക്കുന്നു. ജോസോണിലാകട്ടെ ക്യാങ്ങിന്റെ മരണം കഴിഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന യോൺവുവിനടുത്തേക്ക് തന്റെ മകനെ കൊലയ്ക്ക് കൊടുത്തവൾ എന്ന് പറഞ്ഞ് എപ്രകാരം രണ്ടാനമ്മ നേരത്തെ വന്നോ അപ്രകാരം തന്നെ വരുന്നു. അവർ തന്നെ അടിക്കുമെന്ന് ഓൾറെഡി അറിയാവുന്ന യോൺവു അവരെ തടയുന്നു. അവിടേക്ക് വന്ന യോൺവുവിന്റെ അമ്മയോട് അവരെങ്ങനെയാണ് മോളെ വളർത്തി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പിന്നെയും വായിൽ വന്നത് കുറെ പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോകുന്നു. യോൺവു ആകട്ടെ അമ്മയോട് അന്ന് രാത്രി തനിക്കൊരു സഹായം വേണമെന്ന് പറയുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ യോൺവുവിനെ തട്ടിക്കൊണ്ടുപോയി കിണറ്റിലിടാൻ രാത്രി ആൾ വരുന്നു. അവളെ കിണറ്റിലേക്ക് എറിയാൻ തുടങ്ങിയതും യോൺവുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും നേതൃത്വത്തിൽ ആള് കൂടുന്നു. അങ്ങനെ യോൺവു രക്ഷപ്പെടുന്നു. അയാളുടെ പിറകെ പോയ നാട്ടുകാർ വന്ന് അയാൾ കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ യോൺവു അയാളെ വിടാൻ തയ്യാറായിരുന്നില്ല. അയാളുടെ പിറകെ അമ്പും വില്ലുമായി കുതിരപ്പുറത്ത് തന്നെ യോൺവുവും പോകുന്നു. ഒടുവിൽ അയാളെ മറ്റുള്ളവരുടെ സഹായത്തോടെ അവൾ പിടിക്കുന്നു. പിറ്റേ ദിവസം യോൺവുവിന്റെ മൊഴി അനുസരിച്ച് രണ്ടാനമ്മയെ ഭടന്മാർ പിടിച്ചുകൊണ്ടുപോയി രാജാവിന്റെ മുന്നിൽ ഹാജരാക്കുന്നു. എനിക്കൊന്നും അറിയില്ല പ്രഭു, ഇവളുടെ ഭർത്താവിനെ കൊന്നിട്ട് ആ കുറ്റം എന്റെ തലയ്ക്ക് വെക്കുക. അതെങ്ങനെ ശരിയാവും? പിന്നെ തന്നെ നിങ്ങളുടെ ഫാമിലി സർവൻ ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് ഞാനുമായി ഒരു ബന്ധവുമില്ല പ്രഭു. സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിലും ഏതമ്മയാണ് സ്വന്തം മകനെ കൊല്ലുക? എന്തിനു വേണ്ടി കൊല്ലണം? സദ്ഗുണിയായ സ്ത്രീ എന്ന ഓർമ്മശിലയ്ക്ക് വേണ്ടി, അതുമൂലം കിട്ടുന്ന ഗവൺമെന്റ് പോസ്റ്റിന് വേണ്ടി. ദൈവമേയുള്ള എന്തൊക്കെയായി പറയുന്നേ? ഇതിനൊക്കെ ഏതെങ്കിലും തെളിവ് ഉൾക്കൊണ്ടോ? ഞാനാണ് തെളിവ്. ക്യാങ് ആയിരുന്നു അത്. ജീവനോടെ വരുന്ന അവനെ കണ്ട് എല്ലാവരും ഞെട്ടുന്നു, യോൺവു ഉൾപ്പെടെ. അതെ, ക്യാങ് മരിച്ചിരുന്നില്ല. യോൺവു നൽകിയ വെള്ളി വെച്ചിട്ട് അന്ന് തന്നെ അവൻ സത്യം മനസ്സിലാക്കിയിരുന്നു. ആ വിഷത്തിനുള്ള മറുമരുന്ന് കഴിച്ചാണ് അവൻ രക്ഷപ്പെട്ടത്. എന്റെ അമ്മയുടെ യഥാർത്ഥ മുഖം എല്ലാവർക്കും മനസ്സിലാക്കിക്കുവാൻ ഞാൻ മരിച്ചതായി അഭിനയിച്ചതാണ്. എന്നാൽ താൻ ചെയ്തതെല്ലാം തന്നെ രണ്ടാനമ്മ പറഞ്ഞിട്ടാണെന്ന് വിശ്വസ്തൻ പറയുന്നു. അതോടെ അവരെ തടവിലാക്കാൻ ഭടന്മാർ പിടിച്ചുകൊണ്ടുപോകുന്നു. യോൺവു തളർന്നു വീഴുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ കൊറിയയിലെ ക്യാങ്ങിന് മിരാമിന്റെ മെസ്സേജ് വരുന്നു. യോൺവുവിന്റെ അമ്മയുടെ ഡയറിയിൽ തെളിഞ്ഞു വന്ന അക്ഷരങ്ങൾ മാഞ്ഞുപോയെന്നായിരുന്നു ആ മെസ്സേജ്. അങ്ങനെ ക്യാങ്ങും സെക്രട്ടറിയും സാവോളും കൂടി ആ ഓർമ്മശില ഉണ്ടായിരുന്ന സ്ഥലത്തെത്തുന്നു. എന്നാൽ അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നതിന്റെ അടയാളം പോലും ഇല്ലായിരുന്നു. യോൺവു പാസ്റ്റ് ചേഞ്ച് ചെയ്തു എന്നെല്ലാവർക്കും ബോധ്യമാവുന്നു. ജോസണിലാകട്ടെ യോൺവുവിനെ ശുശ്രൂഷിച്ച് അടുത്ത് തന്നെ ക്യാങ് ഉണ്ടായിരുന്നു. കണ്ണു തുറന്ന യോൺവു അവൻ കൊറിയയിലെ ക്യാങ് ആണെന്ന് കരുതി സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നു. എന്നാൽ അല്ല എന്ന് മനസ്സിലാക്കി അടുത്ത നിമിഷം തന്നെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. തന്നെ മറ്റാരോ ആയി അവൾ തെറ്റിദ്ധരിച്ചുവെന്ന് ജോസോണിലെ ക്യാങ്ങിന് മനസ്സിലാവുന്നു. വിശ്വസ്തന് വധശിക്ഷയും രണ്ടാനമ്മയ്ക്ക് ദിവസവും 50 ചാട്ടവാറടിയോട് കൂടിയ തടവ് ശിക്ഷയും ലഭിക്കുന്നു. അവരെ കാണാൻ യോൺവു ചെല്ലുന്നു. അവരൊരുമാതിരി ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു. അപ്പൂപ്പനെ പേടിച്ച് അയാളുടെ ഇംഗിതത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ച് എല്ലാം നഷ്ടമായവളാണ് താനെന്നൊക്കെ അവർ പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിക്കാനാവുന്ന തെറ്റല്ല നിങ്ങൾ ചെയ്തത്. ശരിയല്ലാത്ത കാര്യം നിങ്ങൾക്ക് ചെയ്യാതിരിക്കാമായിരുന്നു. തീരുമാനം നിങ്ങളുടേതായിരുന്നു. അവളെ നോക്കി കരഞ്ഞു പോകുന്നു അവർ. തിരികെ ഇറങ്ങി അവളെയും കാത്ത് ക്യാങ് നിൽപ്പുണ്ടായിരുന്നു. യോൺവുവിന് തന്നോട് എന്തോ അകൽച്ചയുണ്ടെന്ന് അവൻ ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടിരുന്നു. അത് തന്റെ ഫാമിലിയിൽ നിന്നുമുണ്ടായ ദുരനുഭവം മൂലമാണെന്ന് കരുതിയ അവൻ അവളോട് അതിന് ക്ഷമ ചോദിക്കുകയും ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിതം തുടങ്ങാമെന്നും പറയുന്നു. എന്നാൽ തന്നെ കൊണ്ടതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അവൾ താനെന്നെ മറന്നുവല്ലേ? പക്ഷെ ഞാൻ തന്നെ മറന്നിട്ടില്ല. അവൾ തിരിയുന്നു. അവൻ അവൾക്ക് ആ പൂമ്പാറ്റ ചെയിൻ നൽകുന്നു. ഒപ്പം അതെങ്ങനെ തനിക്ക് ലഭിച്ചു എന്ന കാര്യം പറയുകയും ചെയ്യുന്നു. കുട്ടിക്കാലത്ത് അന്ന് മാത്രമല്ല പിന്നീട് പല സന്ദർഭങ്ങളിലും അവൻ അവളെ കണ്ടിരുന്നു. ഹൃദയത്തിന്റെ അസുഖം മൂലം ഗ്ലൂമി ആയിരുന്ന അവന് എപ്പോഴും ഓടിച്ചാടി എനർജറ്റിക്കായി സന്തോഷപൂർവ്വം കഴിഞ്ഞിരുന്ന യോൺവു ഒരു അത്ഭുതമായിരുന്നു. അവളോട് ഒരുതരം ആരാധനയും. താനാണ് എന്റെ വധുവെന്ന് അറിഞ്ഞ നിമിഷം എന്റെ രോഗം മൂലം അത് വേണ്ട എന്നെ മനസ്സ് പറഞ്ഞതാ. പക്ഷെ എന്റെ ഹൃദയം തനിക്കായി മിടിക്കുകയായിരുന്നു. അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. കുറച്ചുനാളെങ്കിൽ കുറച്ചുനാൾ എനിക്ക് തന്നോടൊപ്പം ജീവിക്കണമായിരുന്നു. എന്നോടൊപ്പം കഴിഞ്ഞൂടെ? എന്നാൽ തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ കൈ വിടുവിച്ച് അവൾ പോകുന്നു.
രാത്രി തന്റെ അമ്മയോട് അവൾ അപ്പൂപ്പനെ ഭയന്നാണ് രണ്ടാനമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു. കൊറിയയിലാകട്ടെ ക്യാങ്ങിന്റെ ടെസ്റ്റ് റിസൾട്ട് കണ്ട് ഡോക്ടറുടെ കണ്ണ് തള്ളിപ്പോകുന്നു. അവന്റെ ഹൃദയം നല്ല കണ്ടീഷനിലായി തീർന്നിരുന്നു. സത്യം പറ, നീ എന്താ ചെയ്തേ? പ്രത്യേകിച്ചൊന്നുമില്ല, ഐ ജസ്റ്റ് ഫെൽ ഇൻ ലവ്. ഇത് കേട്ട ഡോക്ടർ ഹൃദയത്തിന്റെ അസുഖം മാറിയപ്പോൾ തലയ്ക്കായോ എന്ന് അവനോട് ചോദിക്കുന്നു. ആ ചോദ്യം അവൻ ചിരിച്ചു തള്ളുന്നു. യോൺവുവിന്റെ വസ്ത്രബ്രാൻഡ് ആകട്ടെ അതിന്റെ ആദ്യ ദിനം തന്നെ ഹിറ്റാകുന്നു. യോൺവു ആകട്ടെ ജോസോണ് രാജാവിന്റെ വഴി തടഞ്ഞ ഓർമ്മശിലയുടെ പേരിൽ ഒരുപാട് പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ടെന്നും ആയതിനാൽ സദ്ഗുണയായ സ്ത്രീപദം ഇല്ലാതാക്കണമെന്നും പറയുന്നു. അവൾ പറഞ്ഞതിന്റെ ഗൗരവം ബോധ്യമായ രാജാവ് അടുത്ത രാജ്യസഭയിൽ ആ പദവി തന്നെ എടുത്തു കളയുകയും ചെയ്യുന്നു. ഓരോരോ ചിന്തയിലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന യോൺവുവിനടുത്തേക്ക് ക്യാങ് വരുന്നു. അവൻ അവളെ പുണരുന്നു. യോൺവു, താൻ ചെയ്തത് നല്ല കാര്യം തന്നെ. പക്ഷെ രാജാവിന്റെ വഴി തടയുന്നതൊക്കെ ശ്രദ്ധിച്ചു വേണം. അദ്ദേഹം വല്ല ദേഷ്യത്തിലുമായിരുന്നെങ്കിൽ തന്റെ തല പോയേനെ. അവന്റെ സ്ഥാനത്ത് കൊറിയയിലെ ക്യാങ്ങിനെ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറയുന്നു. താൻ കരയാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ കാരണമല്ല ഞാൻ കരഞ്ഞത്. എന്റെ അതേ പേരുള്ള ആ ചെറുപ്പക്കാരനെ ഓർത്താണോ? അവൾ അത്ഭുതത്തോടെ അവനെ നോക്കുന്നു. താൻ ബോധം പോയി കിടന്നപ്പോൾ താൻ ക്യാങ് എന്ന് മയക്കത്തിൽ പറയുമായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് എന്നെയാണെന്നാ, പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് ഞാനല്ലേ എന്ന്. പക്ഷെ അതൊന്നും എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. എന്നോട് ക്ഷമിക്കണം. മറ്റൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് താങ്കളുടെ ഭാര്യയെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. അവൾ പോകുന്നത് സങ്കടത്തോടെ അവൻ നോക്കി നിൽക്കുന്നു. കൊറിയയിലാകട്ടെ ക്യാങ്ങിനെ കാണാൻ ഒരാൾ വരുന്നു. അയാൾ ജോസോണിലെ യോൺവുവിന്റെ അച്ഛനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ക്യാങ്ങിനെ കാണാനാണ് അയാൾ അവിടെ എത്തിയതെങ്കിലും അയാളുടെ ശ്രദ്ധ പോയത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മിഡാമിലേക്കാണ്. ഹായ്, ഞാൻ പാക് ജവോൺ. ഓ ഹായ്, എൻ്റെ പേര് ലീമിഡ. സംതിങ് ഫിഷി ആണെന്ന് മനസ്സിലാക്കിയ സെക്രട്ടറി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നു. വീട്ടിലെത്തിയ ക്യാങ് ആകട്ടെ തന്റെ പേരിലുള്ള ഒരു കെട്ടിടം സെക്രട്ടറിക്ക് കൊടുത്തുകൊണ്ടുള്ള പേപ്പർ കൈമാറുന്നു. എന്നും തന്റെ വാലായി നിൽക്കാതെ സ്വന്തമായി ബിസിനസ് ചെയ്ത് ജീവിക്കാനുള്ള സെക്രട്ടറിക്കുള്ള തന്റെ വെഡ്ഡിംഗ് ഗിഫ്റ്റ് ആണെന്ന് അവൻ പറയുന്നു. ഇതൊന്നും വേണ്ട സർ, തന്റെ സഹോദരൻ തരുന്ന ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി. സന്തോഷം കാരണം സെക്രട്ടറി അവനെ കെട്ടിപ്പിടിക്കുന്നു. യോൺവു ആകട്ടെ ക്യാങ്ങിൽ നിന്നും അകന്നു നിൽക്കാനായി തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. അവളെ കാണാൻ അവിടേക്ക് വന്ന അവൻ സുഹൃത്തുക്കളായെങ്കിലും നമുക്ക് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നു. സന്തോഷത്തോടെ അവൾ ഓക്കെ പറയുന്നു. കൊറിയയിലാകട്ടെ സാവളിഞ്ഞ സെക്രട്ടറിയുടെയും വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ യോൺവുവും ക്യാങ്ങും സുഹൃത്തുക്കളായി പരസ്പരം ഒരുപാട് നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നു. കൊറിയയിൽ ക്യാങ് യോൺവുവിന്റെ വീടിരുന്ന സ്ഥലത്തെ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങുന്നു. യോൺവു തിരികെ വരുമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാണണം. ഇതേ സമയം ജോസോണിൽ നെഞ്ചുവേദന വന്ന് വീണ ക്യാങ്ങിനെ ചികിത്സിച്ച വൈദ്യൻ യോൺവുവിനോട് അധിക നാൾ ഇനി അവൻ ജീവിക്കില്ല എന്നും എന്തിനും തയ്യാറായിരിക്കണമെന്നും പറയുന്നു. കൊറിയയിലാകട്ടെ സാവോളും സെക്രട്ടറിയും അനിയത്തിയും ചേർന്ന് ക്യാങ് സമ്മാനമായി നൽകിയ കെട്ടിടത്തിൽ ടേസ്റ്റ് ഓഫ് ജോസോൺ എന്ന പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. അത് ഹിറ്റായി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. യോൺവുവും ക്യാങ്ങും ഒരു മലമുകളിൽ കാറ്റുകൊള്ളാൻ വന്നതായിരുന്നു. തന്റെ അവസ്ഥയെപ്പറ്റി നല്ല ബോധ്യം അവനുണ്ടായിരുന്നു. കുറച്ചു നേരം താൻ തോളിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ തോളിലേക്ക് തല ചായ്ക്കുന്നു. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഇതുവരെ കാണാത്ത ഒരു സ്ഥലത്ത് തീർത്തും വ്യത്യസ്തമായ ഒരു വേഷത്തിൽ എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾ. അയാൾ തന്റെ വീടിന് മുന്നിൽ ആ പൂമരത്തിനടുത്ത് ആരെയോ കാത്തു നിൽക്കുന്നു. അത് ഞാൻ തന്നെ ആണെന്ന് തോന്നുന്നു. കാത്തുനിൽപ്പ് നൊമ്പരപ്പെടുത്തുന്നതാണെങ്കിലും അതിനും ഒരു സുഖമുണ്ട്. ഒന്നും മിണ്ടാതെ വിങ്ങുന്ന ഹൃദയവുമായി യോൺവു ഇരിക്കുന്നു. താനും എന്നെപ്പോലെയുള്ള ആളെ കാത്തിരിക്കുകയാണല്ലേ. ഓരോ തവണ എന്നെ കാണുമ്പോഴും തന്റെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും. പുനർജന്മം എന്നൊന്നുണ്ടെങ്കിൽ തന്റെ ഹൃദയം കവർന്ന ആ മനുഷ്യനെ ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഞാൻ ജനിക്കുക തന്നെ ചെയ്യാം. ഞാൻ തന്നോട് സത്യം ചെയ്യുന്നു. അങ്ങനെ അടുത്ത ജന്മം താൻ എന്നെയും തിരിച്ചു സ്നേഹിക്കും, ഇല്ലേ? അവൻ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. അവളും കരയുകയായിരുന്നു. അങ്ങനെ ആ തോളിൽ കിടന്ന് അവന്റെ ജീവൻ പോകുന്നു. സങ്കടം സഹിക്കാനാകാതെ യോൺവു പൊട്ടിക്കരയുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കാണാൻ അനിയനെത്തുന്നു. അവൻ സ്റ്റേറ്റ് എക്സാം എഴുതാൻ പോകുന്ന വഴിയെ അവിടെ കയറിയതായിരുന്നു. അവൻ അവളോട് ക്യാങ്ങിന്റെ ഒരു സാധനം അവളുടെ മുറിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോകുന്നു. അത് ക്യാങ്ങിന്റെ ഡയറി ആയിരുന്നു. അതിൽ അവൻ അവളെക്കുറിച്ചുള്ള തന്റെ എല്ലാ ഓർമ്മകളും എഴുതിയിരുന്നു. ഒടുവിൽ ആ ഡയറിയുടെ കൂടെ ഉണ്ടായിരുന്ന തന്റെ ഛായാചിത്രം അവൾ തുറക്കുന്നു. അത് ക്യാങ് കുഞ്ഞുനാളിൽ വരച്ചതായിരുന്നു. കൊറിയയിൽ അവളുടെ ജീവൻ നിലനിർത്തിയ ചിത്രം. യോൺവു ജോസോണിലേക്ക് പോയിട്ട് അപ്പോഴേക്കും 1 വർഷമായിരുന്നു. ക്യാങ് ഫാമിലി അവരുടെ ആർട്ട് ഗാലറിയിൽ യോൺവുവിന്റെ ആ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ ചിത്രം കണ്ടാൽ യോൺവുവിന്റെ ലുക്ക് ഉണ്ടല്ലേ. എന്താണതോ ഇത്ര നാളായിട്ടും ഇറ്റലിയിൽ നിന്ന് യോൺവു മടങ്ങി വരാത്തത്. അനിയനാകട്ടെ ഓഫീസ് കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധം വന്നിരുന്നു. ഇവ മറ്റൊരു ക്യാങ് ആവുമോ? ആവും. ചേട്ടന്റെ അല്ലേ അനിയൻ. അവൻ നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന തന്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവൻ ആഗ്രഹിച്ച ഒരു അമ്മയായി അവർ തീർന്നിരുന്നു. യോൺവു ആകട്ടെ തന്റെ അമ്മയോട് നടന്നതെല്ലാം തുറന്നു പറയുന്നു.
രാത്രി തനിക്ക് തിരികെ പോകാനുള്ള വഴി അറിയാതെ ഗാങ്ങിനെ ഓർത്ത് സങ്കടപ്പെട്ട് നടന്ന അവളെ പുറകിൽ നിന്ന് ആരോ വീഴ്ത്തുന്നു. അത് ആ വിശ്വസ്തനായിരുന്നു. തന്റെ വധശിക്ഷയ്ക്ക് തൊട്ടു മുമ്പുള്ള ദിവസം ജയിൽ ചാടിയിരുന്ന അയാൾ തന്റെ അവസ്ഥയ്ക്ക് കാരണം യോൺവു ആണെന്ന് പറഞ്ഞ് അവളെ കൊല്ലാനായി കൊണ്ടുപോകുന്നു. എന്നാൽ അയാളിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു ഓടുന്നു. ഓടി ഓടി ഒടുവിൽ അവൾ ഒരു അറ്റത്ത് ചെന്ന് നിൽക്കുന്നു. താഴെ കുത്തിയൊലിച്ചൊഴുകുന്ന പുഴ, മുന്നിൽ തന്നെ കൊല്ലാനായി വരുന്ന വിശ്വസ്തൻ. മറ്റൊന്നും യോൺവുവിന് ചെയ്യാനാകുമായിരുന്നില്ല. അവൾ ആ പുഴയിലേക്ക് തന്റെ നെക്ലേസിൽ പിടിച്ചുകൊണ്ട് വീഴുന്നു. ഇതേ സമയം കൊറിയയിൽ യോൺവുവിന് മുയൽപ്പാവയെ നോക്കി ആ സ്വിമ്മിംഗ് പൂളിലിരുന്ന ക്യാങ്ങിനരികിൽ ആ പൂമരത്തിൽ നിന്നും ഒരു പൂവ് കൊഴിഞ്ഞു വീഴുന്നു. അത് കണ്ട് അവൻ ആ മരത്തിലേക്ക് നോക്കവേ നിമിഷ നേരം കൊണ്ട് ആ പൂവെല്ലാം മാഞ്ഞു പോകുന്നു. യോൺവുവിന് എന്തോ അത്യാഹിതം സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ അവൻ തളർന്നിരുന്നു പോകുന്നു. പിറ്റേന്ന് ആ മരം പൂത്തു എന്ന് നോക്കാൻ വന്ന ക്യാങ് സങ്കടത്തോടെ മടങ്ങവേ പെട്ടെന്ന് നിൽക്കുന്നു. അതിൽ നിന്നുള്ള പൂവുകൾ കാറ്റിൽ പറന്ന് അവന്റെ ദേഹത്ത് വീണിരുന്നു. തിരികെ നോക്കി അവൻ കാണുന്നത് തന്റെ കൺമുന്നിൽ നിൽക്കുന്ന യോൺവുവിനെയാണ്. പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് തന്റെ കാത്തിരിപ്പാണ് കുറച്ച് വൈകിയാണെങ്കിലും എന്നെ ഇവിടേക്ക് എത്തിച്ചത്. എന്തായാലും താൻ വന്നല്ലോ. ഇനി കാത്തിരിപ്പും ഇല്ല, വിരഹവും ഇല്ല. നമ്മൾ ഒന്നിച്ചുള്ള ജീവിതമാണ്. പരസ്പരം നോക്കി അവർ പുഞ്ചിരിക്കുന്നു. നേരത്തെ നടത്തിയ ഫേക്ക് മാരേജിന് പകരം ഒറിജിനലായി അവർ വിവാഹവും കഴിക്കുന്നു. ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കാനായി. ദി സ്റ്റോറി ഓഫ് പാർക്സ് മാരേജ് കോൺട്രാക്ട് എന്ന ഈ ഡ്രാമ ഇതോടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ ഈ ഡ്രാമയോടൊപ്പം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി വരുന്നത് വരെ ബൈ ഫ്രം ലൂണ ടോക്സ്.